ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ടിഷ്യൂ കൊണ്ടുള്ള ഒരു റോസാപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു വളയെടുത്തതിന് ശേഷം അത് ഒരു ടിഷ്യൂ പേപ്പറിൽ വരച്ചതിന് ശേഷം അതിങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറേ പേര് ട്രെൻഡിങ് വീഡിയോ ആയിട്ട് ചെയ്തതായിട്ട് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഐഡിയ ഇല്ലായിരുന്നു, എന്നാലും ഞാൻ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതൊരു സ്കെച്ച് വെച്ചൊന്ന് ഔട്ട്ലൈൻ വരയ്ക്കുക. ഞാൻ ഇവിടെ ഓറഞ്ച് സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അതൊരു വെള്ളത്തിൽ അതിൻ്റെ സൈഡ് മാത്രം ഒന്ന് മുക്കിയെടുക്കുക. അപ്പം ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒറിജിനാലിറ്റി കിട്ടും ഒരു പെറ്റൽസിൽ. അപ്പോൾ എന്നിട്ട് മുക്കിയെടുത്തതിന് ശേഷം ഇതൊരു ഇസ്തിരിയിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ എന്നിട്ട് ഉണങ്ങി കിട്ടിയതിന് ശേഷം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം ഈ ഇസ്തിരി ഇടുമ്പോഴത്തേക്കും. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ മെല്ലെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് അടുക്കി ഒട്ടിച്ചു കൊടുക്കുക, റൗണ്ടിന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നിന് മീതെ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു നടുക്കിലത്തെ ഒരു ഹോൾ അടഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇത്തിരി കൂടി തിക്കാവുന്നവരെ ഒട്ടിക്കുക. ഞാനിവിടെ ചെയ്തൊരു അബദ്ധം എന്ന് പറയുന്നത് ആ ഒരു തിക്കാവുന്നവരെ ഞാൻ ഒരുപാട് പെറ്റൽസ് എടുത്തിട്ടില്ലായിരുന്നു. അതാണ് ഞാൻ ചെയ്തൊരു അബദ്ധം. അപ്പോൾ അതാരും ചെയ്യാണ്ടിരിക്കുക. ഒരുപാട് പെറ്റൽസ് എടുക്കുക, അതിന് ശേഷം ഇങ്ങനെ റൗണ്ടായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് എന്നിട്ട് മെല്ലെ ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് അത് ഇങ്ങനെ അടർത്തിയെടുക്കാം. അതായത് ഒരു പൂവ് ഇങ്ങനെ അടർത്തിയെടുക്കാം. അപ്പോൾ ഒരു റോസാപ്പൂവായിട്ട് കിട്ടും, നല്ല ഭംഗിയുള്ള റോസാപ്പൂവായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ റോസാപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.